ഹലോ ഫ്രണ്ട്സ്, മഴതോരും മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടെ അലീനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വന്ന പാടെ തന്നെ ചേച്ചീന്ന് വിളിച്ച് ഓടി വരികയാണ് കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് ചോദിക്കുക, എന്താ ചേച്ചി പറ്റിയത്? ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞതാ ആ സമയത്ത് നാരങ്ങ വെള്ളവും കൊണ്ട് അങ്ങോട്ട് പോവരുതെന്ന്. ചേച്ചി പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. ഷോ മിണ്ടാതിരിക്കടി, നീ എന്താ ഈ പറയണത്? ആരെങ്കിലും കേൾക്കും. തൊട്ട് പിറക്കെ ഇതേ ഗ്രേസമ്മ വരുന്നുണ്ട്. അയ്യോ എൻ്റെ അലീനെ, നീ അവിടെ വന്നപ്പോൾ ഓടിച്ചാടി നടന്ന കൊച്ചല്ലേ, ഇപ്പം ദേ ഒരേ കിടപ്പ്. അത് സാരമില്ല, 2-3 ദിവസം കഴിയുമ്പോൾ പഴയ പോലെ ഞാൻ ഓടിച്ചാടി നടന്നോളാം. പിന്നെ പിന്നെ അങ്ങനെ ഇപ്പോൾ ഓടിച്ചാടി നടക്കണമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് രേവതിക്കുട്ടിയും പറയാണ്. ആ അത് ശരി. പിന്നെ ചേച്ചി നോക്കട്ടെ, എവിടെയാണ് ചേച്ചിക്ക് കുത്ത് കിട്ടിയത്? അത് എൻ്റെ വയറ്റിലടി, ഞാനൊന്ന് നോക്കട്ടെ, എനിക്കൊന്ന് കാണിച്ചു തരാവോ? ഒന്ന് പൊടി അങ്ങോട്ട്. ഓ, കുത്ത് കിട്ടിയത് കാണാൻ വേണ്ടി വന്നേക്കുന്നു. പിന്നെ ചേച്ചി എന്നാലും ഇങ്ങനെ കിടക്കേണ്ടി വന്നല്ലോ. എനിക്ക് നല്ല വിഷമമുണ്ട് ചേച്ചിക്ക് ഇങ്ങനെ ആയതിൽ എന്നും പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച കിടക്കൊണ്ട് കേട്ടോ അലീനയുടെ കൂടെ. അപ്പോൾ ഗ്രേസമ്മ പറയാം, കണ്ടില്ലേ അമ്മയെ കാണാഞ്ഞിട്ട് കുഞ്ഞോടി വന്ന് കെട്ടിപ്പിടിക്കും പോലെയാണ് അവൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവളെ എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതാ. അന്ന് മുതൽ അവൾക്ക് അമ്മയൊക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അവൾക്ക് ഇത്ര സ്നേഹം എന്നോട് എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് അലീന ചേച്ചി വലിയ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടാട്ടോ. ഇതിനിടയിൽ കൂടെ ഗ്രേസമ്മ എടുത്ത് പറയുന്നുണ്ട്, രേവതിക്കുട്ടി ആൻറ്റി നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? ചേച്ചിക്ക് കൂട്ട് ഞാനിരുന്നോളാം. അയ്യോ എടി, നമുക്കങ്ങ് തിരിച്ച് പോകണ്ടേ? അതെങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റും? നമുക്ക് എവിടെയെങ്കിലും ഒരു റൂം എടുത്തൂടെ? അയ്യോ വേണ്ട ആൻറ്റി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മിണ്ടാതിരിക്കടി, നീ അവരെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് അലീന പറയുമ്പോൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല മോളെ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുക്കാം അല്ലേ മാമച്ചായ? ആ എന്നാൽ പിന്നെ വേണമെങ്കിൽ എടുക്കാം, ഒരു ദിവസത്തെ പാടല്ലേ ഉള്ളൂ, നാളെ ഡിസ്ചാർജ് ആവുമെന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും, രേവതി കുട്ടിക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ രേവതിയുടെ സംസാരിച്ചു. രേവതി അലീനയെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുക, നമ്മൾ പുറത്തോട്ട് പോയിട്ട് എവിടെയെങ്കിലും റൂം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങാട്ടോ. അങ്ങനെ രേവതി പുറകെ ഓടിച്ച് നിന്നിട്ട് കാറിൽ നിന്ന് ബാഗ് എടുത്ത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയാം, തിരിച്ച് വരുമ്പോഴേ ചോക്ലേറ്റ് വാങ്ങി വരണം കേട്ടോ, എനിക്കല്ല അലീന ചേച്ചിക്ക. ഓ ശരി ശരി. അങ്ങനെ ബാഗെല്ലാം വാങ്ങി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. അലീനയും രേവതിയും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ആകെ തകർന്ന മട്ടിലാണല്ലോ നടപ്പും ഇരിപ്പും കിടപ്പുമൊക്കെ അന്ന്. കാരണം ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ, എന്തോ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ചിന്തയൊക്കെ വന്നിട്ടുണ്ട്. അലീനയുടെ രേവതിയുമായിട്ടുള്ള സംസാരമെല്ലാം ബാലചന്ദ്രൻ കേട്ടതുമാണ്. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. വൈജയന്തി, നിങ്ങൾ അച്ഛനും മോളും കൂടെ 2 ദിവസം ആശുപത്രിയിലാണെന്നും പറഞ്ഞ് കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് ഒരുത്തിക്ക് വേണ്ടിയിട്ട്. നാണോ മാനോ ഉണ്ടോ നിങ്ങൾക്കെന്ന് ചോദിക്കുകയാണ്. എനിക്ക് നാണോ മാനോ ഇച്ചിരി കുറവാണ്. എന്താടി വേണ്ടത് നിനക്ക്? ഇവിടെ നിന്നൊരു കുട്ടി, അവൾക്ക് ഇന്നൊരു അസുഖം വരുമ്പോൾ അവളുടെ കാര്യം അന്വേഷിക്കണ്ടേ? നീയേ പോയി അന്വേഷിച്ചില്ല, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ബാലചന്ദ്ര, നിങ്ങൾ ഈ കിടന്ന് ഈ അന്വേഷിക്കണ കണ്ടല്ലേ, കാണുന്നവർ വിചാരിക്കും നിങ്ങളുടെ ആദ്യ ഭാര്യയിലുള്ള കൊച്ചാണെന്ന്. ഓ അങ്ങനെ വിചാരിക്കുമല്ലേ? പക്ഷേ എനിക്കങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കൈതക്കൽ കുഞ്ഞിരാമൻ മേനോന് 3 ആമക്കളും 1 പെണ്ണുമാണ് ഉള്ളത്. അവിടെ ആർക്കെങ്കിലും ഉണ്ടോ നീ ഒന്ന് അന്വേഷിച്ച് നോക്കും, അപ്പോഴറിയാം. അത് കേൾക്കണത് വൈദ്യം ഒന്ന് ഞെട്ടിപ്പോവാണ്. അത് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി പറയാണ്, നമുക്കേ ബാലചന്ദ്രൻ എങ്ങനെ വിളിച്ച് പറയാം ഞാൻ വന്നൂന്ന്. ഇല്ലെങ്കിലേ ഇന്ന് രാത്രി അലീന ചേച്ചി കൂട്ടുകിടക്കാൻ വേണമെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും അവിടെ നിന്ന് വന്നാലോ? അവിടെ എന്തിനാ ബുദ്ധിമുട്ടിക്കണത്? ശരി എന്നാൽ പോയി നമ്പർ ഡയൽ ചെയ്ത് തരാമെന്നും പറഞ്ഞുകൊണ്ട് അലീന തന്നെ ഡയൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഗ്രേസമ്മയുടെ ഫോണാണ് കയ്യിലിരിക്കുന്നത്. ഗ്രേസമ്മയുടെ ഫോണൊക്കെ ഇപ്പം രേവതിക്കുട്ടി തന്നെയാണ് നോക്കുന്നതും കയ്യിൽ വച്ചിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് ആ ഫോണിൽ നിന്ന് തന്നെ വിളിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രനെ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇത് ആരാന്ന്? ഞാൻ അലീന ചേച്ചിയുടെ അനിയത്തി രേവതിക്കുട്ടിയാണ്, ഞാനിവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളെ ഇന്ന് രാത്രി അവിടെ നിന്ന് ആരും വരണ്ട കേട്ടോ, ഞങ്ങളിവിടെ ഇരുന്നോളാം. ആണോ? വേറെ ആരൊക്കെയുണ്ട്? ഞാനും മാമച്ചായനും ഉണ്ട്, പിന്നെ ഗ്രേസാമ്മ ആൻറ്റിയും ഉണ്ട്. പിന്നെ നിങ്ങൾ തിരിച്ചു പോകുന്നില്ലേ ഇന്ന്? ഇല്ല, ഇന്നൊരു ദിവസം ഞാനും ആ കൂട്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ മാമച്ചനൊരു റൂം എടുത്തിട്ടുണ്ട്, അവരവിടെ ഇരുന്നോളും. ആണോ? ശരി, ഒരുപാട് താങ്ക്സ് കേട്ടോ. ശരി എന്നാൽ വെക്കട്ടെ എന്നും പറഞ്ഞ് ഫോണ് വെച്ചിട്ട് വൈജയന്തി അടുത്ത് പറയാണ്, കണ്ടോടി നീയൊക്കെ ഇത് കണ്ടുപഠിക്കണം. അലീനെ പോലൊരു കൊച്ചിനെ കൊണ്ട് നിർത്തി നോക്കുന്ന ഒരു വീട്ടിലുള്ളവരാ. ആ കൊച്ചിന് വയ്യെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നിരിക്കുന്നു. അതുമാത്രമല്ല റൂം എടുത്തൊരു ദിവസം തങ്ങാൻ വേണ്ടി വന്നേക്കുന്നു. ഇങ്ങനെ വേണം ആൾക്കാർ. ജോലിക്ക് നിന്നിടത്തുള്ള നീയോ തിരിഞ്ഞു നോക്കിയോ അവളെ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയാം, മുതലാളിമാരെ അങ്ങനെ പലതും കാണിക്കും. എന്തെങ്കിലും സ്നേഹ സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങാമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സോപ്പിടിയിലും കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ തീരത്താറയടങ്ങ് സംസാരിക്കുക. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പം കൃഷ്ണ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമ്മൾ ഉടനെ പറയാം, അമ്മേ തീരെ തറയായിട്ട് ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ, കുറച്ച് കൂടി പോകുന്നുണ്ട് എന്നും പറഞ്ഞ് പോവുക.
അത് കാണുമ്പോൾ നമ്മളെ ബാലചന്ദ്രന് നല്ല സന്തോഷമാവാണ്. അതുപോലെ വൈജയന്തിക്ക് നല്ല ദേഷ്യമാവാം കേട്ടോ. ഇത് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്